നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനു ശേഷം നാസയുടെ ബഹിരാകാശ ശാസ്ത്രജ്ഞരായ സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ഫ്ലോറിഡ തീരത്ത് US സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:57 അതായത് ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:30 സുനിതയെയും സംഘത്തെയും വഹിക്കുന്ന പേടകം കടലിൽ പതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചു. സുനിതയും വിൽമോറും 200 ശാസ്ത്രീയ പരീക്ഷണങ്ങളിലാണ് ഇക്കാലയളവിൽ പങ്കാളികളായത്. മൈക്രോഗ്രാവിറ്റി മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന സുപ്രധാന പഠനവും ബഹിരാകാശ നിലയത്തിന്റെ അറ്റകുറ്റപ്പണികളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അർതെമിസ് ഉൾപ്പെടെയുള്ള നിർണായക ദൗത്യങ്ങൾക്ക് സഹായകമാകുന്ന ഒട്ടേറെ വിവരങ്ങൾ ഇരുവരും കണ്ടെത്തിയെന്നും നാസ വിശദീകരിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭയായ വനിതാ സഞ്ചാരികളിൽ ഒരാളാണ് സുനിത വില്യംസ്. ശനിയാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 9:30 ക്രൂ ഡ്രാഗൺ പേടകത്തിന്റെ ഡോക്കിംഗ് നടന്നു. ക്രൂ ഡ്രാഗണെ ബഹിരാകാശ നിലയവുമായി ഘടിപ്പിക്കുന്നതാണ് ഡോക്കിംഗ് പ്രക്രിയ. ഡോക്കിംഗിന് ശേഷം ഇന്ത്യൻ സമയം രാവിലെ 11 മണിയോടെ ഹാച്ചിങ്ങും പൂർത്തിയാക്കി. ക്രൂ 10 ദൗത്യസംഘം ഹാച്ച് തുറന്ന് ബഹിരാകാശ നിലയത്തിലെ ക്രൂ 9 ദൗത്യസംഘത്തിനോടൊപ്പം ചേർന്നു. ക്രൂ 10 കൂടി എത്തിയതോടെ ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ എണ്ണം ഇപ്പോൾ 11 വർദ്ധിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ക്രൂ 9 ഭൂമിയിലേക്ക് തിരിക്കുന്നത്. സുനിത വില്യംസും ബുഷ് വിൽമോറും 9 മാസത്തിലേറെയായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബഹിരാകാശ സഞ്ചാരികളുടെ 6 മാസം എന്ന പരമാവധി കാലയളവും സുനിതയും വിൽമോറും മറികടന്നു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ റെക്കോർഡ് റഷ്യക്കാരനായ വലേരി പൊളിയോക്കോവിനാണ്. 437 ദിവസമാണ് കിടന്നത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് റുബിലോയ 371 ദിവസവും ബഹിരാകാശ പേടകത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സുനിതയുടെയും വിൽമോറിന്റെയും മടങ്ങിവരവ് അനിശ്ചിതമായി നീണ്ടത് കടുത്ത ആശങ്ക തന്നെയാണ് ഉയർത്തിയത്. ഇടക്കാലത്ത് സുനിത വളരെ ക്ഷീണിതയായുള്ള ചിത്രങ്ങൾ പുറത്തുവന്നതോടെ US-ൽ കനത്ത പ്രതിഷേധവും ഉയർന്നിരുന്നു. സുനിത വില്യംസിനെയും ബുച്ച് വിൽമാനെയും എത്രയും വേഗം തിരിച്ചെത്തിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പേസ് എക്സ് CEO എലോൺ മസ്കിനോട് ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാസ വേഗത്തിലാക്കിയത്. സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറിനെ തുടർന്ന് 2024 ജൂൺ മുതൽ സുനിത വില്യംസും ബുഷ് വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. 10 ദിവസം മാത്രം നീണ്ടു നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ യാത്ര. എന്നാൽ സാങ്കേതിക തകരാറുകൾ മൂലം ഇരുവരുടെയും യാത്ര മുടങ്ങുകയായിരുന്നു. ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ 5 ഇരുവരും ISS-ലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സ്റ്റാർലൈനറിന്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം 8 ദിവസ ദൗത്യത്തിനു ശേഷം ഇരുവർക്കും നിശ്ചയിച്ച സമയത്ത് ഭൂമിയിലേക്ക് തിരികെ വരാനായില്ല. പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും സ്റ്റാർലൈനറിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. തുടർന്ന് സ്റ്റാർലൈനറിനെ ആളില്ലാതെ ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 7 ലാൻഡ് ചെയ്യുകയാണ് നാസയും ബോയിങ്ങും ചെയ്തത്. ഇതോടെ സുനിത വില്യംസിനും ബുൽമുഷോറിനും 250 ദിവസത്തോളം ISS-ൽ തുടരേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിത എന്ന ലോക റെക്കോർഡ് ഇതിനിടെ സുനിത വില്യംസ് സ്ഥാപിക്കുകയും ചെയ്തു. ബഹിരാകാശത്ത് ആദ്യം വന്നപ്പോൾ തനിക്ക് അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ നല്ല വിശപ്പുണ്ടെന്നുമെല്ലാം 3 നേരം നല്ല അളവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നൊക്കെ സുനിത US മാസച്യുസെറ്റ്സിൽ തന്റെ പേരുള്ള സ്കൂളിലെ വിദ്യാർത്ഥികളുമായി വീഡിയോ വഴി സംവദിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഫ്ലോറിഡ തീരത്ത് US സമയം ചൊവ്വാഴ്ച വൈകുന്നേരം 5:57 ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെ 3:30 സുനിതയും സംഘവും വഹിക്കുന്ന പേടകം പതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നാസ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെ 9:30 ക്രൂ 10 സംഘം ഡോക്കിംഗ് പൂർത്തിയാക്കി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചത്. ആനി മക്ലിൻ, നിക്കോളാസ് അയേഴ്സ്, തക്കുയു ഒനിഷി, കിറിൽ പെസ്കോവ് എന്നിവരാണ് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. സുനിത വില്യംസ്, ബുഷ് വിൽമോർ, നിക് ഹേഗ, അലക്സാണ്ടർ ഗോർബുനേവ് എന്നിവർ ക്രൂ 9 പേടകത്തിലേറി ഭൂമിയിലേക്ക് മടങ്ങും. നിലവിൽ ഹാൻഡ് ഓവർ ഡ്യൂട്ടികൾ പുരോഗമിക്കുകയാണെന്നും ഇത് പൂർത്തിയായാൽ ഭൂമിയിലേക്കുള്ള ഇവരുടെ യാത്ര ആരംഭിക്കുമെന്നും നാസ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹിരാകാശത്തു നിന്നും സുനിതയും സംഘവും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ ലൈവ് സംപ്രേഷണം ചെയ്യുമെന്ന് നാസ അറിയിച്ചിട്ടുമുണ്ട്.
സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ലോകം. പതിവുകളെല്ലാം തെറ്റിച്ച യാത്രയ്ക്കൊടുവിൽ ഇരുവരും മടങ്ങിയെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ആരോഗ്യ വെല്ലുവിളികളെക്കുറിച്ചും ചർച്ചകൾ കൊഴുക്കുന്നു. ക്യാൻസർ ഭീതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. റേഡിയേഷന് നിരന്തരം വിധേയമാകുന്നത് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ പെരുകാൻ കാരണമാകുമെന്നതാണ് വർദ്ധിച്ചുവരുന്ന ആശങ്കകളുടെ അടിസ്ഥാനം. ഭൂമിയിലുള്ളവർക്ക് റേഡിയേഷൻ ഏൽക്കുന്നതിനേക്കാൾ 20 മടങ്ങ് സാധ്യത ബഹിരാകാശത്തുണ്ട് എന്ന് നാസയും വ്യക്തമാക്കിയിട്ടുണ്ട്. കോസ്മിക് രശ്മികൾ നിരന്തരം ശരീരത്തിൽ ഏൽക്കുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. മാത്രമല്ല ഇവ ശരീരത്തിലെ DNA-കൾക്ക് വരെ ക്ഷതമേൽപ്പിക്കാൻ പാകത്തിലുള്ളതുമാണ്. 9 ദിവസത്തെ ദൗത്യം 9 മാസമായി വർദ്ധിച്ചതോടെ ഇത്തരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുടെ സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണെന്ന് ശാസ്ത്രലോകവും സമ്മതിക്കുന്നു. തീവ്രതയേറിയ കോസ്മിക് രശ്മികൾ ഏൽക്കുന്നത് രക്താർബുദത്തിന് കാരണമായേക്കാമെന്ന് ദ ഹെൽത്ത് സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യം നിരന്തരം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും നാസ വിശദീകരിച്ചു. ക്യാൻസർ ഭീതി പോലെ തന്നെ സുനിതയ്ക്കും വിൽമോറിനും മസ്തിഷ്ക ക്ഷതമേൽക്കുമോ എന്ന ഭീതിയും ഉണ്ട്. ബഹിരാകാശത്തെ മൈക്രോഗ്രാവിറ്റിയാണ് ഇവിടെ വില്ലനായിട്ടുള്ളത്. ഗുരുത്വബലമില്ലാതെ ബഹിരാകാശത്തെ ദീർഘമായ വാസത്തെ തുടർന്ന് ശരീരത്തിലെ ദ്രവങ്ങളെല്ലാം തന്നെ തലയുടെ ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ടാകാം. ഇതോടെ തലച്ചോറിന് സമ്മർദ്ദമേറും. നിരന്തരം ഈ അവസ്ഥയുണ്ടാകുന്നത് കടുത്ത തലവേദനയ്ക്കും കാഴ്ച വൈകല്യത്തിനും തലച്ചോറിന് സാരമായ ക്ഷതമേൽക്കുന്നതിനും കാരണമാകുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം കഴിഞ്ഞ യാത്രികരുടെ തലച്ചോറിൽ സാരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പഠനങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്യുലർ സിൻഡ്രോം എന്ന അസുഖം ഇവരെ ബാധിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. തലച്ചോറിനുള്ളിലെ ആശയവിനിമയങ്ങൾ സാധ്യമാക്കുന്ന ഘടകങ്ങളിലുണ്ടാകുന്ന ശോഷണം ഓർമ്മക്കുറവിലേക്കും വിവരങ്ങൾ അപഗ്രഥിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും നയിക്കും. ഇതേസമയം സുനിത വില്യംസും ബുഷ് വിൽമോറും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്ന വീഡിയോ എലോൺ മസ്ക് പങ്കിട്ടിരുന്നു. സുനിതയ്ക്കും വിൽമോറിനുമൊപ്പം നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ നിക് ഹേഗും റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികനായ അലക്സാണ്ടർ ഗോർബുണോവും ഡ്രാഗൺ ക്യാപ്സൂളിൽ ഉണ്ടാകും. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ റെക്കോർഡ് റഷ്യക്കാരനായ വലേരി പൊളിയോക്കോവിനാണ്. ഇപ്പോഴും 437 ദിവസം അദ്ദേഹം ചെലവഴിച്ചിരുന്നു. നാസയുടെ ബഹിരാകാശ സഞ്ചാരിയായ ഫ്രാങ്ക് റുബിലോയ 371 ദിവസം ബഹിരാകാശ പേടകത്തിൽ കഴിഞ്ഞയാളാണ്. സുനിതയുടെയും വിൽമോറിന്റെയും മടങ്ങിവരവ് അനിശ്ചിതമായി നീണ്ടത് കടുത്ത ആശങ്ക ഉയർത്തിയിരുന്നു. ഏതായാലും ഇവർ രണ്ടുപേരും ഭൂമിയിലേക്ക് എത്തുന്നതിന്റെ ലൈവ് സംപ്രേഷണം ചെയ്യുമെന്ന് നാസ അറിയിച്ചു. ICCയിൽ നിന്നും സ്പേസ് എക്സ് ക്രൂ 9 മടങ്ങി വരുന്നതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ മുതൽ ഇന്ത്യൻ സമയം നാളെ രാവിലെ 8:30 മുതൽ നാസ സ്ട്രീം ചെയ്യുന്നതാണ്. ക്രൂ 10 ദൗത്യത്തിൽ നാസ ബഹിരാകാശ യാത്രികരായ ആനി മെക്ലെയിൻ, നിക്കോൾ അയേഴ്സ്, ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ബഹിരാകാശ യാത്രികൻ തക്കുയ ഒനിഷി, റോസ്കോസ്മോസ് ബഹിരാകാശ യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 4:30-ക്കാണ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിൽ ക്രൂ 10 ദൗത്യം വിക്ഷേപിച്ചത്. ഈ 4 സംഘത്തിന് ICSന്റെ നിയന്ത്രണം കൈമാറിയ ശേഷമാണ് സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.